4.20, 6.42, 3.16, 4.60, 2.12, 5.21 എന്നീ സംഖ്യകളുടെ മീഡിയൻ കാണുക. നമുക്ക് കുറച്ച് ദശാംശ സംഖ്യകളുണ്ട്. ഈ സംഖ്യകളുടെ മീഡിയൻ കാണണം. കുറച്ച് സംഖ്യകളുടെ മീഡിയൻ കാണാൻ ആദ്യം ആ സംഖ്യകളെ ഒന്നുകിൽ അസെൻഡിങ് ഓർഡറിൽ എഴുതുക അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതുക. മീഡിയൻ കാണാൻ സംഖ്യകളെ ഒന്നുകിൽ ആരോഹണ ക്രമത്തിൽ അല്ലെങ്കിൽ അവരോഹണ ക്രമത്തിൽ എഴുതുക. അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ എഴുതുക. ആരോഹണ ക്രമത്തിലോ അവരോഹണ ക്രമത്തിലോ എഴുതുക. നമുക്കിവിടെ ആരോഹണ ക്രമത്തിൽ എഴുതുക. അസെൻഡിങ് ഓർഡർ എന്ന് പറയുന്ന അർത്ഥം ചെറുതിന്ന് ക്രമമായി വലുതിലേക്ക് പോകണം. ചെറുതിന്ന് ക്രമമായി വലുതിലേക്ക്. ഇതിൽ ഏറ്റവും ചെറുത് ഏതാ? എത്രയാണ്? 2.12. തൊട്ട് വലുത് 3.16. തൊട്ട് വലുത് 4ന്റെ 2 ഉണ്ട്. അപ്പോൾ ഇതിൽ വലുത് 4.20, പിന്നെ 4.60, അടുത്തത് 5.21, അടുത്തത് 6.42. 1, 2, 3, 4, 5, 6 സംഖ്യകളുണ്ട്. 1, 2, 3, 4, 5, 6 നമ്മൾ അസെൻഡിങ് ഓർഡറിൽ എഴുതി, ആരോഹണ ക്രമത്തിൽ എഴുതി. ഇനി ഇതിൽ നേരെ നടുവിൽ വരുന്നത് കണ്ടുപിടിക്കാം. നേരെ നടുവിൽ, ഒത്ത നടുവിൽ വരുന്നത് കണ്ടുപിടിക്കാം. ഒത്ത നടുവിൽ വരുന്നത് കണ്ടുപിടിക്കാൻ പറ്റില്ല. അത് ഇതിൻ്റെ എണ്ണം ഒറ്റ സംഖ്യകളായാലേ പറ്റുള്ളൂ. അതായത് 1, 2, 3, 4, 5, 6 എണ്ണാകുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് നടുവിലത്ത് പറയാൻ പറ്റില്ല. 5 എണ്ണാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 5 എണ്ണാണെങ്കിൽ ഇവിടെയും 2 എണ്ണം, ഇവിടെയും 2 എണ്ണത്ത് നടുവിൽ 1 വരും. അതുപോലെ 7 എണ്ണാണെങ്കിലോ ഇവിടെയും 3 എണ്ണം, ഇവിടെയും 3 എണ്ണം, ഒത്ത നടുവിൽ 1 വരും. ഇതിപ്പോൾ 6 എണ്ണാകുമ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ഭാഗത്ത് 2 എണ്ണം എടുത്താൽ ഈ ഭാഗത്തും 2 എണ്ണം എടുത്തു കഴിഞ്ഞാൽ, 2 ഭാഗത്തും തുല്യം എടുത്തു കഴിഞ്ഞാൽ ബാക്കി നടുവിൽ 2 എണ്ണം വന്നുവല്ലോ. ഇതിൻ്റെ ശരാശരി കാണുക. ഇതിൻ്റെ ശരാശരി, ഇതിൻ്റെ ആവറേജ്, അതായത് ഇത് രണ്ടും കൂടി കൂട്ടി പകുതി എടുക്കുക. അപ്പോൾ 4.20 കൂട്ടണം 4.60/2 കൂട്ടുക. കൂട്ടുമ്പോൾ 0, 6ഉം 2ഉം 8. അപ്പോഴേക്ക് ദശാംശമായി 4, 4, 8. 8.80 കൂട്ടി എഴുതി /2 ഹരിക്കുമ്പോൾ 8ൽ 2, 4, 2, 8 ദശാംശം ഇടുക. വീണ്ടും 8ൽ 2, 4, 2, 8 0. ഉത്തരം മീഡിയൻ ആണ് കണ്ട് 4.40.